ഓണാക്കിയോ? അപ്പം ശ്രദ്ധിക്കട്ടെ, നീ ചായ കുടിച്ചോളി. അപ്പോൾ അങ്ങനെ ഇടതുവശം തെറ്റാതെ 7 ചുറ്റുമ്പോഴും ഓരോ ചുറ്റിലും ഈ ഹജറുൽ അസ്വദിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ചുംബിക്കുക കേട്ടോ. അത് ചിലപ്പോൾ അങ്ങനെ ചുംബിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, നമ്മളിങ്ങനെ നിന്നാണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ബാക്കിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യണം, ആ സമയത്ത് ഇങ്ങനെ നിന്നാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകും. ഇങ്ങനെ പോയാൽ എന്തായി? സോളറ് തെറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ തന്നെ പോവുക, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഒറ്റക്കോ അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞു പോകാൻ സമയമുണ്ട്. പക്ഷെ ഇതിന് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തവാഫ് തുടങ്ങല്ലേ? തവാഫ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, തവാഫിൻ്റെ 7 പ്രാവശ്യം ചുറ്റണം. 7 ചുറ്റലാണ് ഒരു തവാഫ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് നിയത്ത് വെച്ചോളട്ടെ. നിയത്ത് നിർബന്ധമില്ല, നമ്മൾ ഇഹ്റാമിലാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അവിടെ എന്തില്ല, നിയത്ത് വെച്ചില്ലെങ്കിൽ, ഒരാൾ നിയത്ത് വെച്ചില്ല, തവാഫിന് ഉംറക്കൊരു പ്രശ്നവും വരില്ല. സഈന് നിയത്ത് വെച്ചില്ല, ഉംറക്കൊരു പ്രശ്നമല്ല. പക്ഷേ സുന്നത്തിനും 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മക്കയിൽ എന്തിന് നമ്മൾ അത് ഒഴിവാക്കണം? നിയത്ത് വെക്കാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നവൈതു തവാഫൽ ഉംറതി സബ്അത അശ്വാത്തിൻ ലില്ലാഹ്. ഉംറയുടെ തവാഫ് പരിശുദ്ധ കഅബയെ 7 പ്രാവശ്യം ചുറ്റുവാൻ ഞാൻ കരുതി. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നിയത്ത് വെച്ചതിന് ശേഷം അറബിയിലും മലയാളത്തിലും നമ്മൾ ചൊല്ലിത്തരും, ഉസ്താദ്മാർ ചൊല്ലിത്തരും. എന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ തവാഫിൽ നമ്മൾ തുടങ്ങുക എങ്ങനെയാണ്? ഇങ്ങനെ തുടങ്ങുക. നോക്കിക്കോളി, അല്ലാഹുമ്മ ചൊല്ലിക്കോളി. ഈമാനം ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി, നിയത്ത് ചെയ്യുന്നതോടെ കഅബയിലേക്ക് കൈകൾ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈ ചുംബിക്കേണ്ടതാണ്. അത് ചുംബിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ചൊല്ലിയിട്ടാണ് നമ്മൾ തുടങ്ങുക. അല്ലാഹുമ്മ ഈമാനം ബിക. അങ്ങനെ ഈ ലെവലിലാണ് നമ്മൾ ചൊല്ലിക്കൊള്ളിട്ടോ. അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കടി, ഈ വാതിലിൻ്റെ നേരെ എത്തുമ്പോൾ നോക്കടി, അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക വൽ അംന അംനുക വഹാദ മഖാമുൽ ആഇദി ബിക മിനന്നാർ. ഇതൊക്കെ ഈ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിക്കോണമെന്നില്ല. നമ്മളിങ്ങനെ അതൊക്കെ നിന്ന് ചെല്ലാൻ പറ്റിയ സാഹചര്യത്തിലുള്ള ദിക്റുകളാണ്. ഇത് നമ്മൾ ചൊല്ലിയിട്ട് ഇങ്ങനെ പോവുക ചെയ്യുക. ചുറ്റിലും ഓരോ ചുറ്റിലും ഇബ്രാഹിം മഖാമിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മൾ 7 ചുറ്റ് അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ തവാഫിന് 1-ാമത്തെ ചുറ്റിൽ ഇതാണ് നമ്മൾ നേരത്തെ ചൊല്ലിയത്. 1-ാമത്തെ ചൊല്ലി തുടങ്ങേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, തവാഫിൻ്റെ സുന്നത്തുകളാണത്. 1, നടന്ന് തവാഫ് ചെയ്യുക. 2, തവാഫിൻ്റെ തുടക്കത്തിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുകയും ചുംബിക്കുകയും ചെയ്യുക. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ, അതെങ്ങനെ കഴിയാന്നുള്ളത്. പ്രാർത്ഥനകൾ നടത്തുക, റംല് നടത്തം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉംറയ്ക്ക് വേണ്ടി വന്നപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദും അനുയായികളും കുഴങ്ങിയിട്ടുണ്ട്, ഭയങ്കര ക്ഷീണിതരാണ്, ഓൽക്ക് ഉംറ ചെയ്യാനൊന്നും പറ്റൂല എന്നുള്ളൊരു വർത്താനം പറഞ്ഞപ്പോൾ നബി സ്വഹാബാക്കളോട് പറഞ്ഞു, നമുക്കൊന്ന് സ്പീഡ് ചെയ്യണം. മൂന്ന് ചുറ്റുണ്ടല്ലോ, ഫസ്റ്റത്തെ 3 ചുറ്റിൽ ഒന്ന് റംല് നടത്തുന്ന അത് നമുക്ക് സാധിച്ചോളണം എന്നില്ല, കാരണം തിരക്കായിരിക്കും. അപ്പോൾ റംല് നടത്തുന്ന അതാണ്. പിന്നെ പൂന്നൂര് വേഷം ധരിക്കുക, ഞാൻ നേരത്തെ കാണിച്ചതില്ലേ, ഈ വേഷം പുറത്താക്കിയത്. പിന്നെ കഅബയോട് അടുത്തായി ചുറ്റുക, തുടർച്ചയായി കൊണ്ടുവരിക. തവാഫിന് ശേഷം ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക. റുക്നുൽ യമാനിയെ തൊട്ടുമുത്തുക. നല്ലതല്ലാത്ത ഒന്നും സംസാരിക്കാതിരിക്കുക. പ്രാർത്ഥനാ സമയം കൈ ഉയർത്തുക, നമ്മൾ ദ്വാർക്കുമ്പോൾ കൈ ഉയർത്തുക. അങ്ങനെ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരുടെ നേതൃത്വത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. തവാഫിൻ്റെ ശേഷം ഇതാണ് ഇവിടെ, ഇത് കഅബൻ്റെ പുറത്ത് റുക്നുൽ ഇബ്രാഹിം മഖാമുണ്ട്. ഒരു കഅബൻ്റെ ഒരു ഇതുപോലെ കടലുകൾ
കിളിക്കൂട് പോലെ കണ്ടിട്ടില്ല കഅബൻ്റെ മുറ്റത്ത്, അതിൻ്റെ പുറകിൽ നിന്ന് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കും. പരിശുദ്ധമായ കഅബാലയം കണ്ട് നിസ്കരിക്കുന്ന ആദ്യത്തെ നിസ്കാരമാണത്. ആദ്യമായിട്ട് പോകുന്ന ആളുകൾ കഅബ കണ്ട് അല്ലേ, ഇന്ന് സുബഹിസ്കരിച്ചപ്പോഴും കാണാത്ത കഅബയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തക്ബീർ കെട്ടിയ നമ്മൾ ഇൻഷാ അള്ളാ 6-ാം തീയതിയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പരിശുദ്ധമായ കഅബാലയം നേരിൽ കണ്ട് നിസ്കരിക്കാനുള്ള അവസരം നമ്മിലേക്ക് എത്തിച്ചേരുകയാണ്. അള്ളാഹു അതിന് തടസ്സമാകുന്ന രോഗങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ ഇൻഷാ അള്ളാഹ്. അത് കഴിഞ്ഞ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസം വെള്ളം കുടിക്കുക. ശ്രദ്ധിക്കുക, സംസം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ ക്യാനിന്ന് കുടിക്കുക. ഏത് ക്യാനിന്ന്? ഇതിന്ന് കുടിക്കരുത്, ഇതിന്ന് കുടിക്കുക. എന്താ മനസ്സിലായോ? ഇത് നോട്ട് കൂൾ, തണുപ്പില്ലാത്തത്. ഇത് നീല കളറിൽ എഴുതിയിരിക്കണ കാണുന്നുണ്ടോ? നീല കളറിൽ എയ്ത്ത് വയറ് മുബരീത് എഴുതിയിട്ടുണ്ടതുമേ. തണുപ്പില്ലാത്തത്. തണുപ്പുള്ളത് കുടിക്കാനേ കാരണം നമുക്ക് ആഗ്രഹം, പക്ഷെ അന്നത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ കുടിച്ചാൽ കഴിയൂല. 15 ദിവസം പിന്നെ തൊണ്ടവേദനയും പനിയും കാര്യങ്ങളേക്കാരം. പക്ഷേ ഇതാകുമ്പോഴോ നോട്ട് കൂൾ. ഈ നീല എഴുത്ത് നോക്കിയിട്ട് മാത്രമേ കുടിക്കാവൂ കേട്ടോ. ശ്രദ്ധിക്കണേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇവിടെ നമ്മൾ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സംസം വെള്ളം കുടിക്കുക. എങ്ങനെ നിബന്ധന പാലിക്കുക? എല്ലാവർക്കും അറിയാലോ. എന്ത്? ബിസ്മി ചൊല്ലുക, അവസാനം അൽഹംദുലില്ലാഹ് ഇല്ല, പിന്നെ ഖിബ്ലയിലേക്ക് തിരിയുക, ഇരുന്ന് കുടിക്കുക. ഇതൊന്നും അല്ല. അതിൻ്റെ പുറമെ കുറച്ച് നിബന്ധനകളുണ്ട്. ഓരോ മുറുക്കിനും ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലണം. അതായത് നമ്മൾ കുടിക്കുമ്പോൾ ഇരുന്നാളെ കുടിക്കുക, കഅബയിലേക്ക് തിരിഞ്ഞ് അല്ല, നമ്മൾ കഅബ കണ്ടാണ് കുടിക്കണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാഅ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി, നമ്മൾ എന്താണോ നാളെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സംസം വെള്ളം കുടിച്ച് പോവുക. എന്തേ? അത് അതിനുള്ളതാണ്. മാ ഉ സംസമിൻ ലിമാ ശുരിബല, അതെന്തിനാണോ കുടിക്കണം അതിനുള്ളതാണ്. നാളെ കുട്ടീൻ്റെ ഒരു കല്യാണാന്വേഷണത്തിന് പോവുകയാണ്, അത് സ്ഥലം നോക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു കച്ചവടത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഇങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ സംസം വെള്ളം ഇതേപോലെ മാനദണ്ഡങ്ങൾ പാലിച്ച് കുടിച്ചാൽ, നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരെ വീട്ടിലാണ് സംസം ഇല്ലാത്തത്? വീട്ടിലില്ലേ? വീട്ടിലുണ്ട്, എല്ലാവരും വീട്ടിലുണ്ടാവും, പക്ഷെ കുടിക്കാറില്ല. അതിങ്ങനെ റാക്കിൻ്റെ മുകളിലോ കോണിൻ്റെ ചോട്ടിലോ കൊണ്ടുപോയി വെക്കും. പ്രായം ചെന്ന ഉമ്മമാർക്ക് കൊടുക്കൂല എന്നാണ് പറഞ്ഞുകൂടെ അറിയില്ല. എപ്പോഴാണ് കൊടുക്കൂല. ഒരു ഗ്ലാസ് കൊണ്ട് ഉമ്മ കുടിക്കുന്ന സമയത്ത് കൊടുക്കൂല, ഗ്ലാസ് കൊണ്ട് തൊള്ളിയിൽ വെച്ച് പാർന്നിർത്താൻ കുടിക്കുന്ന സമയത്തും കൊടുക്കൂല, ഒരു കൈലോണ്ട് കുടിക്കുന്ന സമയത്തും കൊടുക്കൂല, ഈ സ്പൂണോണ്ട് കുടിക്കുന്ന സമയത്തും കൊടുക്കൂല. ഇവിടെ തിരുമ്മാക്കിയാണ്ട് മരിച്ചാൽ നേരത്ത് എന്ത് ചെയ്യും? വലിയമ്മ കുടിച്ചോളി, സംസം വെള്ളമാണ് അറിയും. ജനിച്ചുമ്പോഴും മരിച്ചുമ്പോഴും സംസം കൊടുക്കും. അതിനുള്ളതല്ല. നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംസം ഈ 10-15 ദിവസങ്ങൾ മക്കത്തും മദീനത്തും നിൽക്കുമ്പോൾ എത്ര വേണമെങ്കിലും സംസം കുടിക്കുക. നിങ്ങൾ ഇത്രേ കുടിക്കാവൂ എന്നില്ല, പക്ഷെ പോരുമ്പോൾ 5 കൊണ്ടുവരാവൂ എന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവനും കുപ്പി ഇഷ്ടംപോലെ കിട്ടും. ആ കുപ്പിയിൽ നമ്മളെ ഹാൻഡ് ബാഗിൽ എപ്പോഴും 2-3 കുപ്പി വെള്ളം സംസം വെള്ളം തന്നെയാണ്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം സംസമാക്കുക, ഗുളിക കുടിക്കുന്നതിൻ്റെ വെള്ളം സംസമാക്കുക, യാത്രയിൽ നമ്മൾ കരുതുന്ന വെള്ളം സംസമാക്കുക. അങ്ങനെ ആ അവസരം നമ്മൾ മുതലെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ്. ഇപ്പോൾ തവാഫ് കഴിഞ്ഞു, സംസം വെള്ളം കുടിച്ചു, അവിടുന്ന് മനമുരുകി ദുആ ചെയ്തു, പ്രപഞ്ച സൃഷ്ടാവിന് നമ്മൾ നന്ദി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ശുക്രോതി നമ്മൾ അടുത്ത കർമ്മത്തിലേക്ക് സഈലേക്ക് പോവുകയാണ്. സഈ എന്ന് പറഞ്ഞാൽ ജബൽ അബി കുബൈസ് പർവ്വതത്തിൻ്റെ തായ്വരയിലുള്ള ഒരു കുന്നാണ്. എന്ത്? സഫ. ഇവിടെ അത് അപ്പുറം മറുവ. സഫയിൽ നിന്ന് ഇത് സഫ, ഇത് മറുവ. സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ 1, മറുവയിൽ നിന്ന് സഫയിലെത്തിയാൽ 2, 3, 4, 5, 6, 7. മനസ്സിലായില്ലേ? മറ്റേ തവാഫ് എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ചുറ്റി ഹജറുൽ അസ്വദിൽ എത്തുമ്പോൾ 1. മനസ്സിലായിട്ടോ? ഇവിടെ ഇങ്ങനെ എത്തി ഇവിടെ എത്തുമ്പോൾ 2. ഇതങ്ങനെയല്ല, ഇത് ഇവിടുന്ന് ഇവിടെ എത്തിയാൽ 1, 2 അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഈ സഫ മറുവൻ്റെ ചരിത്രം ഹാജർ ബീവി റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അന്ന്
ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞു മോനെയും ഉമ്മയെയും മരുഭൂമിയിൽ ഇട്ടേച്ച് പോകുമ്പോൾ ഒരൽപ്പം വെള്ളവും ഒരൽപ്പം കാരക്കയും കൊടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് വല്ലാതെ വിഷമിച്ച് വെള്ളം തീർന്ന് ഭക്ഷണം തീർന്ന ഈ ഉമ്മ ആ കുന്നിൻ്റെ മുകളിലൊന്ന് കയറി നോക്കും. സഫയുടെ മുകളിൽ തായ്വരയിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കിട്ടിയാൽ ഈ കുഞ്ഞിന് അമ്മിഞ്ഞ പാല് പോലും വറ്റിപ്പോയി. ആ സാഹചര്യത്തിൽ വല്ലാത്ത വിഷമം. മറുവാക്കുന്നിലേക്കോടി മറുവാക്കുന്നിൻ്റെ തായ്വരയിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങകലെ ദൂരത്തേക്ക് നോക്കി നിൽക്കും. അങ്ങനെ കാണാതെ വരുമ്പോൾ ഇനി അതിലാരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ, വീണ്ടും ഇങ്ങോട്ടോടി കുറേ കാത്തു നിൽക്കും. ആരെങ്കിലും മരുഭൂമിയിലൂടെ വല്ല കച്ചവട സംഘവും പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊരല്പം വെള്ളം വാങ്ങി എൻ്റെ കുഞ്ഞിന് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ്. അവസാനം ഈ കുട്ടി കരഞ്ഞ് മരിക്കുമോ എന്നുള്ളൊരവസ്ഥയിൽ കുഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോൾ ഈ ഉമ്മ ഈ മറുവശത്തേക്ക് സ്പീഡിലൊന്ന് ഓടി. ആ ഓടിയ സമയത്ത് എന്താണ്ടായത്? എന്താ ഓഫായി? അങ്ങനെ ഈ കുഞ്ഞങ്ങോട്ട് ഓടിപ്പോവാണ്. ഓടിയെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ ചരിത്രം. അങ്ങനെ ഓടിച്ചെന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ കാലിട്ടടിച്ച സ്ഥലത്തിൽ നിന്ന് വെള്ളം നിർഗളിച്ചു എന്ന് മാത്രമല്ല, ഈ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഈ വെള്ളം വന്ന സമയത്ത് മണലുകളെ കൊണ്ട് കൂനയുണ്ടാക്കി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, യാ മാ സംസം, സംസമേ അടങ്ങുക, സംസമേ അടങ്ങുക, സംസമേ അടങ്ങുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്നെങ്ങാനും ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു മൺകൂനകളെ കൊണ്ട് അത് തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ വലിയ ഒരു തടാകമായി സംസം മാറുമായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ ഉമ്മ നടന്നു പോയ വഴികൾ ശ്രദ്ധിക്കുക. ആ ഉമ്മ നടന്നു പോയ വഴികളിലൂടെ ഇനി ജനിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾ ആ സ്ഥലത്തെത്തുമ്പോൾ ഓടണം, നടക്കണം. ഒരു പെണ്ണിൻ്റെ കാലിനെ പ്രതീകവൽക്കരിക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ നമ്മൾ പറയും പെണ്ണിന് സ്വാതന്ത്ര്യമല്ല, പെണ്ണിന് ഇസ്ലാമിലൊരു സ്ഥാനമല്ല, പെണ്ണിനെ അവഗണിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉംറ യാത്രയിൽ എന്താ നമുക്കവിടെ കാണാൻ പറ്റുന്നത്? സഫാക്കുന്നിലെത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ പറയുകയാണേ, പെണ്ണുങ്ങൾ പറയാണ്, നിങ്ങൾ നടന്നു വന്നോളി, നിങ്ങൾ ഓടിക്കോളി, ഞങ്ങൾ നടന്നു വരാം. അവിടെ ആണുങ്ങൾ ഓടിച്ചിരുന്ന സ്ഥലമാണ്. ആണുങ്ങൾ ഓടുക, ആണുങ്ങൾ അവിടെ എത്തുമ്പോൾ ഓടണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നമ്മുടെ ഈ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഇവിടെ എത്തുമ്പോൾ നോക്കുകയാണെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പച്ചലൈറ്റ് കാണുക, ഈ പച്ചലൈറ്റ് എത്തുമ്പോൾ അവിടെയാണ് ഈ ഹാജർ ബീവി ഓടിയ സ്ഥലം. ഈ പച്ചലൈറ്റ് എത്തുമ്പോൾ ഒന്ന് സ്പീഡിൽ പോകണം. ആരാ ഓടണ്ടേ? ആണുങ്ങളോ പെണ്ണുങ്ങളോ? ഒന്ന് പറയ്. ആണുങ്ങളാണ് ഓടേണ്ടത്. പക്ഷെ ആരാ ഓടിയത്? അപ്പം ഇവർ പറയണം, ഉസ്താദെ ഞങ്ങളല്ലേ ഓടേണ്ടത്, ഹാജർ ബീവി അല്ലേ ഓടി, അപ്പം ഞങ്ങളല്ലേ ഏറ്റവും ഓടാൻ ഒരു ബാധ്യത ഞങ്ങൾക്കല്ലേ? അല്ല, അവിടെ എത്തുമ്പോൾ ആണുങ്ങൾ ഓടുക, പെണ്ണുങ്ങൾ പതുക്കെ വരിക. ഓടം തന്നെ ചില ആളുകൾ അവിടെ എത്തുമ്പോൾ ഹൈ ജമ്പേക്കാർ പേര് ഓട്ടങ്ങനെ ഓടണം അല്ലേ? പക്ഷെ അതല്ല ഓടം. കിതാബിൽ റംല് നടത്തും, നായിപ്പാച്ചിലെന്ന് ഉസ്താദ് വന്ന് ചെന്നാന്ന്. അതായത് കാലം അടുത്ത് വെച്ചിട്ട് റംല് നടത്തുന്ന പറയാം ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇൻഷാ അള്ളാ പച്ച വെളിച്ചമുള്ള സ്ഥലത്തെത്തിയ ഓട്ടം നമ്മൾ ഇൻഷാ അള്ളാ തുടങ്ങട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സഈൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഈ ചെയ്യുന്ന സമയത്ത് ഒന്ന് തവാഫിന് ശേഷമായിരിക്കണം. തവാഫ് സഈയല്ലേ കുറച്ച് തോന്നുള്ളത്. ഉസ്താദ് നമുക്ക് ആദ്യം അതാണ് കഴിച്ചാലോ? പറ്റുമോ? പറ്റൂല. തവാഫിന് ശേഷം എന്തുള്ളൂ? സഈ ഉള്ളൂ. പിന്നെ സഫയിൽ നിന്ന് തുടങ്ങണം. നമ്മൾ അതിലെ കാര്യം ഉസ്താദ് എന്നാൽ ഇവിടെ തുടങ്ങിയാൽ നമുക്ക് പറ്റൂല. സഫയിൽ നിന്ന് തുടങ്ങണം, മറുവയിൽ അവസാനിക്കണം, ദൂരം മുഴുവൻ നടക്കണം. 395 മീറ്ററാണ് വൺ വേ 395 മീറ്റർ. ഏകദേശം സഫ മറുവ മുഴുവനും നമ്മൾ നടന്നു കഴിയുമ്പോഴേക്കൊരു 2.25 കിലോമീറ്റർ. ആ സ്ഥലം മാത്രം കേട്ടോ, വരാളും പോകാളൊക്കെ വേറെ. 2.25. പേടിക്കാനൊന്നുമില്ല, സാവകാശം. നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് കുട്ടികൾ സ്കൂട്ടി വരുമ്പോൾ ഒരു പെരീക്കൊത്തൊന്നും വേണ്ടല്ലോ. ഇല്ല, കുട്ടികളെ പറഞ്ഞേക്കാനും ഇല്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അരിയിടാൻ, അതും വേണ്ട. അവിടെ നിൽക്കുക, ഭക്ഷണം വാങ്ങുക. നമ്മൾ തിന്ന ഭക്ഷണത്തിൻ്റെ പാത്രം പോലും നമ്മൾ കഴിക്കണ്ട. നിങ്ങൾ അൽഹംദുലില്ലാ പറയാൻ മറക്കാതെ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ നിബന്ധനകളൊക്കെ പാലിച്ച് നമ്മൾ
എന്താ പ്രവേശിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി ഉരീദു അസ്സഅയ ബൈന സ്വഫ വൽ മർവ സബഅത അശ്വാത്തിൻ ലിവജ്ഹിക്കൽ കരീം ഫയസ്സിർഹു ലി വതഖബ്ബലഹു മിന്നി. അങ്ങനൊന്നും ദീർഘമായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നവൈത്തു സഅയൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹ്. അല്ലാഹു തആലാക്ക് വേണ്ടി ഉംറയുടെ സഅയ് സഫാ മർവയ്ക്കിടയിൽ 7 പ്രാവശ്യം നടക്കുവാൻ ഞാൻ കരുതി. കഅബ ഇങ്ങനെ കാണും, നമ്മൾ നിൽക്കുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ കഅബ കാണുന്നില്ലെങ്കിലും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, ഈ സഅയിൽ ഇനി ഒരാൾക്ക് ഒളു ഇല്ല, പ്രശ്നമില്ല. ഒളു നിർബന്ധം ഇല്ല. ഒരാളെന്ത് ചെയ്തു, എന്ത് ചെയ്യാണ്, അതിൽ ഓടി നടന്നു, ഇനി വേറെ സംസാരിച്ചു, പ്രശ്നമൊന്നുമില്ല. തവാഫല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കരുത് മറ്റൊരു. ഇതെന്താ വെച്ചാൽ അതൊന്നും പ്രശ്നമില്ല, ഈ സൈനൊന്നും ബാധിക്കൂല. സഫയിൽ നിന്ന് മറുവയിലേക്ക് 7 പ്രാവശ്യം നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെച്ചാൽ ഉടനെ നമ്മൾ ഇതിങ്ങനെ തുടങ്ങുക. ഇന്ന സ്വഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ഫമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. പിന്നെ അതിൽ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഞാൻ ഉസ്താദുമാർ മുന്നിൽ നിന്ന് ഇങ്ങനെ ചൊല്ലിത്തരും. നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ പോന്നാൽ മതി. സാവകാശം. സൈൽ എ സിയാണ്, സൈൽ വെയിലുള്ളേണ്ട ആവശ്യമില്ല, എ സിയാണ്. പതുക്കെ ഇങ്ങനെ പോയി ചൊല്ലി പറഞ്ഞ് അതിൽ അസ്മാഉൽ ഹുസ്ന വരും, മങ്കൂസ് വരും, അതുപോലെ തന്നെ നമ്മളെ ബെയ്ത്തുകളൊക്കെ വരും. നമുക്ക് ഓരോ ആളുകളുടെ പൾസറിഞ്ഞുകൊണ്ടുള്ള മലയാളത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് മറുവയിലെത്തി 7ാമതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, സഅയും പൂർത്തിയായി. ഇഹ്റാം കഴിഞ്ഞു, തവാഫ് കഴിഞ്ഞു, സഅയും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? മുടിയെടുക്കണം. പുരുഷന്മാർ ഏറ്റവും നല്ലത് അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, പടച്ചോനെ 3 പ്രാവശ്യം മുത്തുനബിയുടെ പ്രാർത്ഥന, അല്ലാഹുവേ മൊട്ടയടിക്കുന്നവർക്ക്, മുണ്ഡനം ചെയ്യുന്നവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ കഴിയുന്നവരൊക്കെ എല്ലാം അല്ലാഹുവിൽ സമർപ്പിക്കണം. മഹ്ശറ ഹജ്ജ് സൂറത്തിൽ നമ്മൾ ആദ്യം എടുത്തു നോക്കിയാൽ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്. ഹജ്ജാണ് ഹെഡിങ്, ആദ്യം തന്നെ ഖിയാമത്ത് നാൾ. കാരണം എന്താ, വസ്ത്രങ്ങൾ മഹ്ശറയുള്ള ശരിക്കും തവാഫ് എന്ന് പറയുന്നത്. ജഡ്ഡിയും ബനിയനൊന്നുമില്ല. എന്തായാലും ഒരു പുരുഷൻ്റെ മാംസളമായ ഭാഗം ശരിക്ക് ദർശിക്കാൻ ഒരു പെണ്ണിന് കഴിയൂലേ? തവാഫിൻ്റെ സമയത്ത് കഴിയും. ഒരു പെണ്ണിൻ്റെ മുഖം ദർശിക്കാൻ ഹിജാബില്ല, അവിടെ കഴിയും. മഹ്ശറയാണ്. ആ ഒരു രംഗം ഓർത്തുകൊണ്ടാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. അള്ളാഹു ബോധം നൽകുമാറാവട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? റൂമിൽ പോവുക. റൂമിൽ ചെന്നിട്ട് നിങ്ങൾ 4 ആൾ 3 ആൾ ഒക്കെ റൂമിലുണ്ടാവുക. ആ റൂമിൽ മൊത്തം മുടി ഇങ്ങോട്ട് തൂക്കിടുക. മൊത്തം മുടി തൂക്കിയിട്ടിട്ട് ഒരു വിരൽ തുഞ്ചം കട്ട് ചെയ്യുക. ഒരു വിരൽ കട്ട് ചെയ്ത് 4 ഉംറ ചെയ്യുമ്പോൾ മുടിയാണ് കഴിച്ചു. അങ്ങനെ ചെയ്യരുത്. പിന്നെ മനസ്സിലായി തന്നെ മുടിക്കുള്ള ഓയിലിൻ്റെ പരസ്യമാണ് കാണണമൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കുൻപ്പുണ്ടാവുമല്ലോ ഇങ്ങനെ മുടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ അത് കട്ട് ചെയ്യുക. 3 മുടി മുറിച്ചാൽ അതിന് ആണുങ്ങൾ ഇനി മുടി മൊട്ടടിക്കുന്നതിൽ ഇവിടുന്നൊരു 3 മുടി, ഇവിടുന്നൊരു 3 മുടി, മുത്താവുന്നൊരു 3 മുടി, ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നമ്മൾ ഒരു ഉംറ പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ വേറെ റൂമിലെത്തി നമ്മൾ നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒരു 4 മണിക്കൂർ ഉറങ്ങുക. എല്ലാവരും ഉറങ്ങുക. പ്രായം ചെന്നവരും അല്ലാത്തവരും ഒക്കെ ഉറങ്ങുക. ഉസ്താദും ഉറങ്ങും 4 മണിക്കൂർ. കാരണം യാത്രയിലെ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്ഷീണം ശരിക്കും റെസ്റ്റ് എടുത്ത് മാറ്റിയാലേ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇനി എത്ര ഉംറ ഉണ്ട്? 7 ഉംറയിൽ 1 ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യ ഉംറ കഴിഞ്ഞു. രണ്ടാമത്തെ ഉംറ പിറ്റേത്തെ ദിവസം തെൻഈമിൽ നിന്ന് ആയിഷ മസ്ജിദിൽ വെച്ചൊരു ഉംറ. വിശദീകരിക്കുന്നില്ല കേട്ടോ. വലസ്തു ഉബാലി ഹീന ഉഖ്തേലു മുസ്ലിമ അല അയ്യി ശിഖിൻ കാന ലില്ലാഹി മസ്റഇ. ഖുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിൽ നിന്ന് പാട്ട് പാടിയ ആ സ്ഥലം അവിടെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാവരും ഹജ്ജിന് വന്ന സമയത്ത് നബി ഉംറ ചെയ്തപ്പോൾ ആയിഷാ ബീവിക്ക് ഉംറ ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് മാസമുറയായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് അവൾ ശുദ്ധിയായപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉംറ ചെയ്തില്ലേ, ഞാൻ ഉംറ ചെയ്തിട്ടില്ലല്ലോ. ആര് പറയാണ്? ഓഫായോ? കറണ്ട് പോയതാ? ഈ ലൈറ്റ് കൊണ്ട് ഓഫാക്കിക്കളെന്നാ. ഈ ഒറ്റൊന്ന് മാത്രട്ടെ നോക്കിയോളാ. നിങ്ങളെല്ലാവരും ചെയ്തില്ലേ, ഞാൻ ചെയ്തില്ലല്ലോ എന്ന്
സങ്കടം പറഞ്ഞപ്പോൾ ബന്ധുവിൻ്റെ കൂടെ പറഞ്ഞയച്ചു. ഇവിടേക്ക് ആയിഷ മസ്ജിദിലേക്ക് പറഞ്ഞയച്ചു. അതാണ് ശരിക്ക് നമ്മുടെ ആയിഷ പള്ളി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇപ്പോൾ 2 ഉംറ ആയിഷ മസ്ജിദിൽ നിന്ന് ഇഹ്റാം ചെയ്തൊരു ഉംറ. പിന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ നമ്മൾ ജെഹ്റാനിലേക്ക് പോകും. ജെഹ്റാനിലേക്ക് പോകുന്ന വഴിയിൽ പിന്നെ ഫസ്റ്റ് 6 തൗർ മലയുടെ മുകളിലെത്തും. തൗറെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേനികൾ 2 സ്നേഹത്തിൻ ഇണകൾ 2 പാറി വന്നു. കേട്ടില്ലേ? ആ ചരിത്രം ഇറങ്ങിയ 6 തൗർ മലയുടെ തായ്വരയിൽ ഇറങ്ങി അതൊക്കെ കണ്ട് ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ ഇവിടെ പോകുമെന്നറിയോ? ഇവിടെ പോകും. എവിടെ? ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി. ഒരു കാഴ്ച മാത്രം അത് കണ്ട് നമ്മൾ അത് പോകുമ്പോൾ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അറഫ മലക്ക് സലാം ചൊല്ലി ആ അറഫ മലൻ്റെ അടുത്ത് പോകും. അറഫ മലൻ്റെ മുകളിൽ പോകും. അറഫ മലൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് വ്യൂ കാണാം. മസ്ജിദ് നെമിറ കേട്ടില്ലേ? അത് കാണാം. ഐനു സുബൈദ കാണാം. ചരിത്രം അവിടെ നിന്ന് വിശദീകരിക്കും. അത് കഴിഞ്ഞ് അറഫ മലൻ്റെ മുകളിൽ അറഫ മൈതാനൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് നമ്മൾ നേരെ മുസ്ദലിഫയിൽ മഷ്അറുൽ ഹറാം ഉണ്ട്. ഖുർആൻ എടുത്ത് പറഞ്ഞ പള്ളിയാണ് മഷ്അറുൽ ഹറാം. മഷ്അറുൽ ഹറാം കണ്ട് നേരെ മിനയിലേക്ക് പോകുന്ന വഴിയിൽ വാദി മുഹസ്സിർ, അതായത് അബ്രഹത്തും സംഘവും ആനപ്പടയുമായി വന്നപ്പോൾ അബാബിൽ പക്ഷികൾ ഇറക്കി നശീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന ആ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ കണ്ട് നേരെ നമ്മൾ മിനയിലേക്ക് പോകും. മിനയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന പൊന്നുമോനെ അറുക്കാൻ കടത്തിയ സ്ഥലമല്ലേ, ആ സ്ഥലം ശരിക്കും നമ്മൾ കാണും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജംറകളൊക്കെ കണ്ട് ജംറത്തുൽ ലൂലയും ജംറത്തുൽ ഉസ്തയും ജംറത്തുൽ അഖബയും മസ്ജിദ് ഹൈഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ താമസിച്ച സമയത്ത് രാപ്പാർത്ത മസ്ജിദുൽ ഹൈഫും ഒക്കെ കണ്ട് നമ്മൾ നേരെ ജഅറാനയിലേക്ക് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്ത ജഅറാനത്ത് പറഞ്ഞൊരു പെണ്ണുണ്ട്. അതിനോടെ ആ പെണ്ണിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വരെ കയറ് പിരിച്ചു വൈകുന്നേരം ആകുമ്പോൾ പീരിയക്കൾ കഴിച്ചു. ഇതിനോട് പണി അതാണ് ഈ ജഅറാനത്ത്. അതിൻ്റെ കഥ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറയാം. അവിടെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് വിഹിതം ഓഹരി വെച്ചത്. ആ ചരിത്രം നമുക്ക് അവിടുന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ 3 ഉംറ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ്. പക്ഷേ ഇനി അതിന് ശേഷവും നമ്മുടെ യാത്ര നിലക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് നമ്മൾ നേരെ പോകുന്നത് ത്വായിഫിലേക്കാണ്. ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയെ അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കയ്പേറിയ അനുഭവം ഏതാണ്? ഒന്ന്, ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ വാരിയിട്ടപ്പോഴും, അതുപോലെ തന്നെ ഉഹുദിൽ മുൻപല്ല് പൊട്ടിയപ്പോഴും, വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തൂത്തുവാരി ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മേത്തേക്ക് അടുക്കാട്ട് വാരിയിട്ടപ്പോഴും ഒന്നും ഇതെല്ലാം എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. എൻ്റെ കുടുംബങ്ങൾ ഒരല്പ സ്വാന്തനത്തിന് വേണ്ടി എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് ത്വായിഫിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കുടുംബക്കാരെന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം കരിങ്കൽ ചീളുകളെ കൊണ്ട് എൻ്റെ കാലിന് നോക്കി എറിഞ്ഞൊരു അനുഭവമുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വേദനയേറിയ അനുഭവം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കല്ലെറിഞ്ഞ സ്ഥലം ഒരു വലിയൊരു കല്ല് മോളിൽ ഇങ്ങോട്ട് ഉരുട്ടി വിട്ടിട്ട് ഇപ്പോഴും അത് ചെറിയൊരു കല്ലിനങ്ങനെ താങ്ങി നിർത്തണം. നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ? അത് കണ്ടു. അതുപോലെ തന്നെ ആ ഒരു തോട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ജൂതൻ മുന്തിരി കൊടുത്ത തോട്ടം, ആ തോട്ടവും അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോവുക അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഉസ്താദുമാർക്കൊക്കെ എപ്പോഴും വലിയ ആഗ്രഹം ഉണ്ടാവും അവിടെ നിന്ന് പോകാം. റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ നിലകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പേരുള്ള ത്വായിഫ് നഗരമധ്യത്തിലെ വലിയൊരു പള്ളിയുണ്ട്. അത് കണ്ട് നമ്മൾ നേരെ പോവുകയെടുക്കാന്ന് വെച്ചാൽ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു നിർമ്മിച്ചൊരു പള്ളിയുണ്ട്, ഉമർ ഖാലിയുടെ പള്ളി. അതുപോലെ തന്നെ ഇലാ ഹദ്റത്തി അസ്ഹാബിഹിൽ ബദരിയീന വൽ ഹുദയ്യീന വൽ ഖന്ദഖീന വ കർബലീന വ തബൂക്കീന വ ത്വായിഫിയീൻ. ആ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്. അവിടെയൊക്കെ സന്ദർശിച്ച് നേരെ നമ്മൾ ഖർൺ മനാസിൽ മീഖാത്തിൽ വരും. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു മീഖാത്താണ് ഖർൺ മനാസിൽ. അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് നമ്മൾ 4ാമത്തെ ഉംറയും നിർവഹിക്കും മക്കത്ത് വന്ന്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് രാത്രിയോടുകൂടെ ഉംറ കഴിയും. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ സുബഹിക്ക് തന്നെ നമ്മൾ മക്കയിലെ ചരിത്ര പ്രസിദ്ധമായ കുറച്ച് സ്ഥലങ്ങൾ നടന്നു കാണും. ഏതാണത്? ഒന്ന്, ദാറുൽ അർഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും രഹസ്യ യോഗം കൂടിയ സ്ഥലമാണ് ദാറുൽ അർഖം. അത് കാണും. ദാറുൻ നദുവ, ജബൽ അബി ഖുബൈസ് പർവ്വതം, ഷഅബ് അബി ത്വാലിബ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട്, അബൂജഹലിൻ്റെ വീട്, മസ്ജിദ് ഷജറ, മസ്ജിദ് റായ, മസ്ജിദ് ജിന്ന്,
അതുപോലെ തന്നെ ഖദീജ ബീവി അടക്കമുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ഞാൻ മരിച്ചാൽ എന്നൊരു മുസ്ലിം അല്ലാത്ത ഒരാളിൻ്റെ മയ്യത്ത് കാണരുതേ എന്ന് പറഞ്ഞ് ഞാൻ മരിക്കാൻ പോവാണെന്നും പറഞ്ഞും പോയി മരിച്ചിന്ന് ഖദീജ ബീവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ അന്തി ഉറങ്ങുന്ന ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അന്ത്യവിശ്രം കൊള്ളുന്ന ജന്നത്തുൽ മഅല്ല എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഈത്തപ്പനെ കൊട്ടിന്ന് ഈത്തപ്പനെ മറ്റേ കൊട്ടിക്ക് ഇങ്ങനെ ചൊരിയണ പോലെ ജന്നത്തുൽ മഅല്ലിലുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ തട്ടുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജന്നത്തുൽ മഅല്ലിലുള്ള ആളുകളെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അൻസാരികളായ മദീനക്കാർ ചോദിക്കുകയാണേ, ഞങ്ങളെ കാര്യം ആരാ ഏറ്റെടുക്കാൻ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കും മുഅ്മിനീങ്ങളെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഉംറ കഴിഞ്ഞു, ആയിഷ മസ്ജിദ് പോയി, ജിറാന കഴിഞ്ഞു, ത്വായിഫ്. അപ്പോൾ നമ്മൾ ഈ പറയും നടന്നുള്ള സിയാറ ഒരു 9 മണിയോട് കഴിയും, അല്ലെങ്കിൽ 8 മണിയോട് കഴിയും സുബൈക്ക് പോവുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉച്ചക്ക് 1:30 മണിക്ക് നമ്മൾ ജിദ്ദയിലേക്ക് പോകും. ഷറഫാക്കപ്പെട്ട ഷറഫീക്ക് ജിദ്ദയിലേക്ക് പോകുമ്പോൾ നേരെ നമ്മൾ കോർണേറ്റ് ഇവിടുക്കെ പോവുക. കിസാസ് പള്ളി ഒരു നോക്ക് കാണും. പിന്നെ നേരെ ഹവ്വാ ഉമ്മൻ്റെ ഖബർ, ഹവ്വാ ഉമ്മൻ്റെ നമ്മളെ വല്യമ്മയല്ലേ, ഹവ്വാ ഉമ്മൻ്റെ ഖബർ സന്ദർശിക്കും. നേരെ നമ്മൾ അതിനുശേഷം നമ്മൾ കോർണേഷ് കടപ്പുറത്ത് ഒരു വലിയൊരു പള്ളി ഉണ്ടാവുന്ന അസംസ്കരിക്കും. നേരെ ഷറഫീൽ വന്നിറങ്ങും. ഷറഫീൽ എന്താണെന്ന് വെച്ചാൽ, ഷറഫീൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ ബന്ധുക്കളെ നാട്ടുകാരൊക്കെ നമ്മൾ ഇവിടുന്ന് തൂരങ്ങാടിക്ക് ഇറങ്ങിയ മാതിരിയാണ് ഷറഫീക്ക് ഇറങ്ങിയാൽ എല്ലാവരും ഉണ്ടാവും. വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ ഷറഫീലെത്തും. അവിടെ നമുക്ക് പർദ്ദേ കുട്ടികൾക്ക് മുട്ടായോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ആളുകളൊക്കെ കണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പോരുന്ന വഴിയിൽ റഹൈലി പമ്പിലിറങ്ങി അവിടെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് നമ്മൾ 5ാമത്തെ ഉംറയും നിർവഹിക്കും. പിന്നെ നമ്മൾ പിറ്റേത്തെ ദിവസം ഉച്ചക്ക്, രാത്രിയാണ് ഈ ഉംറ ഉണ്ടാവുക. ഇത് ജിദ്ദ ഉംറ രാത്രി ഉണ്ടാവുക, കാരണം 9-9:30 ആവും നമ്മൾ റൂമിലെത്തുമ്പോൾ. അങ്ങനെ ഭക്ഷണം കഴിച്ച് 10-10:30 നമ്മൾ ഉംറക്ക് ഇറങ്ങി 1 മണിയോടുകൂടെയൊക്കെ ഉംറ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പരിപാടിയൊന്നുമില്ല. ഉച്ചക്ക് 1:30 മണിക്ക് നമ്മൾ ഹുദൈബിയയിലേക്ക് പോകും. ആ പോകുന്ന വഴിയിൽ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ കേന്ദ്ര ഓഫീസ് കാണാം, കാബക്ക് കില്ല ഉണ്ടാക്കുന്ന ഫാക്ടറി കാണാം, ഒരു മ്യൂസിയം കാണാം, മരുഭൂമിയിലെ ഒട്ടകങ്ങളും ചെമ്മരിയാടിൻ കൂട്ടങ്ങളും ഒക്കെ കണ്ട് ഒട്ടകപ്പാലൊക്കെ കുടിച്ച് അവസാനം പോരുന്ന വഴിയിൽ وأفضل المياه ماء قد نبع من بين أصابع النبي المتبع يليه ماء زمزم فالكوثر فنيل مصر ثم باقي الأنهر എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബിയുടെ കൈവിരൽക്കിടയിലൂടെ നിർഗളിച്ച സ്ഥലം വെള്ളമാണ്. ആ വെള്ളം നിർഗളിച്ച സ്ഥലം നമുക്ക് കാണാം. അതിൻ്റെ ഒക്കെ പുറമെ ഹുദൈബിയ സന്ധി നടന്ന ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആനിൻ്റെ വചനമിറങ്ങിയ ഹുദൈബിയയിൽ വെച്ച് ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മൾ 6ാമത്തെ ഉംറയും നിർവഹിക്കും. അങ്ങനെ 6 ഉംറ നിർവഹിച്ച നമ്മൾ ഇത് ചാർജ് നോക്കടാ ഒന്ന് കുത്തിക്കുത്തടാ. അതെന്ത് ചെയ്യണം? നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? പിറ്റേന്ന് ഇപ്പോൾ നമ്മൾ മഗ്‌രിബോട് കൂടെ അല്ലെങ്കിൽ ഇശയോടുകൂടെ ഉംറ കഴിഞ്ഞിട്ടോ, ഇനി നാളെ പുലർച്ചെ 3 മണിക്ക്, അപ്പോൾ 3 മണിക്ക് ജബലുൻ നൂറിലേക്ക് പോകും. ഇവിടെ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ് 9:10 തുടങ്ങി നോക്കണ്ട, അവിടെ കറക്റ്റ് ടൈമേ കയറും. അതാരാന്ന് നോക്കൂല, നമ്മൾ ബസ് വന്ന ആളെ കയറ്റും പോകും. അപ്പോൾ നമ്മൾ പറയരുത് 7 മണിക്ക് ബസ് പോകും എന്ന് പറഞ്ഞാൽ 7 മണിയാകുമ്പോൾ നിങ്ങൾ ഒരുങ്ങി താഴത്തെത്തിയിരിക്കണം. 3 മണിക്ക് നല്ല അത് അവിടെ ബസ് നിർത്താൻ പറ്റില്ല, നിർത്തിയാൽ വന്നിട്ട് കറാമ ഫോട്ടോ എടുക്കും. അപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ നമുക്ക് റൂമിലായാൽ ഒരാളെ ഇപ്പോൾ 4 ആൾ റൂമിലുണ്ട് സങ്കല്പിച്ചോ, ഒരാൾ കുളി കഴിഞ്ഞാണ്ട് ഓനെങ്ങനെ കാത്ത് കസാലയിൽ കുത്തിരിക്കണ്ട, മാറ്റുക, ഇറങ്ങുക. ലിഫ്റ്റ് 2-3 ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ അത് അനുഭവിച്ചതാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യത നമ്മൾ പാലിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ചെയ്തു. ഹുദൈബിയ കഴിഞ്ഞ് പുലർച്ചെ 3 മണിക്ക് ജബലുൻ നൂർ മല കയറാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 3 മണിക്ക് പോയാൽ ഒരു 3:30 ആകുമ്പോൾ മല കയറിയാൽ സുബൈ വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ താഴെത്തും. അല്ലെങ്കിൽ നിസ്കാരം ഗാർ സൗർ ഹിറാ ഗുഹയിൽ നിന്ന് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞ് 7-7:30 മണിയാകുമ്പോൾ നമ്മൾ റൂമിലെത്തും. അപ്പോൾ എന്നിട്ട് ഉച്ചവരെ നല്ലോണം കടന്നുറങ്ങി. ഉച്ചയ്ക്ക് ശേഷം ഒരു അസറിന് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലാസ് ഉണ്ടാകും. മദീനയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര ക്ലാസ് നടത്തും. അത് കഴിഞ്ഞാലും പിന്നെ നമുക്കൊരു ദിവസം ബാക്കി ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു ദിവസം ബാക്കി ഉണ്ടാകും. അപ്പോൾ മുട്ടും കാലൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആയിഷ പള്ളിയിൽ പോയിട്ട് വേറൊരു ഉംറയും കൂടി. ഈ ഉംറൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 6 ഉംറ ഉസ്താദുമാരുടെ നേതൃത്വത്തിലൊക്കെ ചൊല്ലിത്തന്നിട്ടാണ് ഉണ്ടാവുക. 7ാമത്തെ ഉംറ നിങ്ങൾ വാപ്പി മക്കളും നിങ്ങൾ ഒന്നിച്ചു പോവുക. നിങ്ങൾ ഏട്ടത്തി അനുസരിച്ച് നിങ്ങൾ ഒന്നിച്ച് സ്വന്തം ദ്വാരക്കുക.
അത് വേറെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം അപ്പോൾ അതിന് വഴികളൊക്കെ റെഡിയായി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എപ്പോൾ എന്ത് ചെയ്തു, എല്ലാ സ്ഥലങ്ങളും പോയി നമ്മളെ ദിവസം കഴിയാണ്. ഇനി നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് ഇൻഷാ അള്ളാഹ് നമുക്ക് മദീനയിലേക്ക് പോകാൻ ഒരുങ്ങാം. പോണിൻ്റെ മുമ്പ് മക്കത്തുനിന്ന് ഒരു 10,000 സ്വലാത്ത് ചൊല്ലണം. ഒരു ദിവസം 1,000 സ്വലാത്തെങ്കിലും, ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടും. മദീന യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മനസ്സ്. മക്കയിൽ നിന്ന് റൂമിൽ താമസിക്കുമ്പോൾ പല ആളുകളുണ്ടാവും. ഇപ്പോൾ ഈ 4 ആൾ, ചിലപ്പോൾ 4 ഫാമിലിയൊക്കെ ചിലപ്പോൾ ഒരു റൂമിലുണ്ടാവുക. ഒരാൾ ബാത്റൂമിൽ പോയാൽ അങ്ങനെ ഇരിക്കും, ചിലർ പെരും കൂർക്കമ്പലിയൊക്കാരം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പല സ്വഭാവക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പൊരുത്തപ്പെട്ട് നല്ല മനസ്സോടുകൂടെ മദീനയിലേക്ക് പോകാൻ നമ്മൾ നേരത്തെ തന്നെ ഉസ്താദുമാർ പറയുന്ന സമയത്ത് ലഗേജുകളൊക്കെ റെഡിയാക്കി പോകാൻ ഒരുങ്ങുക. പോകുമ്പോൾ തന്നെ പുതിയ ഡ്രസ്സ് ഇടണ്ട. മദീനത്തേക്ക് മക്കത്തുനിന്ന് പോകുമ്പോൾ തന്നെ പുതിയ ഡ്രസ്സ് ഇടണ്ട. അവിടെ ചെന്ന് കുളിച്ച് മാറ്റിയിട്ടാണ് പുതിയ ഡ്രസ്സ് ഇടുക. നമ്മൾ യാത്രക്കാരനാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മദീനയിലേക്ക് ആയിഷ മസ്ജിദ് വഴി മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ സന്ദർശിച്ച് നേരെ നമ്മളിവിടെത്തും, ബദർ രണഭൂമിയിലെത്തും. മജ്ലിസുൻ നൂറും ബെയ്ത്തുകളും മഹാനായ മൊയ്ൻകുട്ടി വൈദ്യരുടെ ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഇരടികൾ കീണം പകർന്ന് ബദറൊക്കെ പാടി പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് ബദർ രണഭൂമിയിലെത്തും. ആ രണഭൂമി കണ്ട് പിന്നെ നമ്മളെന്ത് ചെയ്യും, ബദർ ശുഹദാക്കളെ സന്ദർശിക്കും, അവിടെ മഖബറ സന്ദർശിക്കും. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഇങ്ങനൊരു മലയുണ്ട്, ജബൽ മലായിക്ക, അതായത് മലക്കറിഞ്ഞ മലയാണിത്. ഇത് ബസ്സുകാർ അനുവദിക്കുകയും അവർ പോരാൻ റെഡിയാവുകയും ചെയ്തെങ്കിൽ മാത്രമേ പോകൂ. ക്ലാസ് ഇട്ടപ്പോൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉസ്താദെ അവിടെ പോയിട്ടില്ലല്ലോ എന്ന് പറയരുത്. ഇത് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു ബസ് നിർത്താതെ പോകും. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ബദർ രണഭൂമിയും അന്ന് പോയിട്ടില്ലല്ലോ, ഇല്ല കേട്ടോ, ഇതൊക്കെ പോയിട്ടില്ല, അതാണ് അങ്ങനെ പറയാൻ. അത് എന്നും ക്ലാസ് ഒക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് ചില സമയങ്ങളിൽ നമ്മുടെ വീഡിയോയിൽ കാണാം, ഇതിങ്ങനെ കാണും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെട്ട നമ്മൾ പൈസ കൊടുക്കും. ഡ്രൈവർമാർക്കൊക്കെ പൈസ, പച്ചീസിൻ്റെ സ്ഥലമാണ് സൗദി അറേബ്യ, എല്ലായിടത്തും പച്ചീസ് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാനും കാണാനൊക്കെ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലേ ആയിക്കോട്ടെ, ഞാൻ ദൂരക്കാണ് പറഞ്ഞേക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. മാഹിരി പാണ്ടിക്കോട് ഇരിക്കണം. ദൂരെ പോയിട്ട് ആരാ കൊണ്ടുവരാ? ചാവിട്ട നമ്മളിപ്പോൾ മറ്റേ ഉസ്താദേ. അപ്പോൾ ജബൽ മലായിക്ക കണ്ടു. ഈ ജബൽ മലായിക്ക കണ്ട് പിന്നെ നമ്മൾ നേരെ മദീനയിലേക്കാണ്. പിന്നെ നമ്മൾ അവിടെ തുടങ്ങും പാട്ടും ബെയ്ത്തും മദ്ഹുകളൊക്കെ പാടിപ്പറഞ്ഞ് മനോഹരം. ഇനി ഇതിനേക്കാൾ വലിയൊരു യാത്ര മക്ക കഴിഞ്ഞാൽ പിന്നെ മദീനയിലേക്കുള്ളൊരു യാത്രയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നാളെ മദീനത്തേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും നാളെ മക്കത്തുനിന്ന് പോവല്ലേ, ഇന്ന് മുഴുവനും നമുക്ക് ഹറമ് കുത്തിരിക്കാൻ ഒരാൾ പറയാണ്. സംഗതി നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ മദീനത്തേക്ക് പോകണം നിങ്ങൾ അറിയില്ല. ഞങ്ങൾക്ക് മനസ്സിലായോ? ആരും ഇങ്ങനെ മണ്ണെന്ന് പോയി കുട്ടികളാരി ഇടക്കിടക്ക് പോകണം. അപ്പോൾ പുസ്തക പാട്ടുകാരുണ്ടാവും. അങ്ങനെ ശരിക്കും എൻ്റെ വയലൊക്കെ കേട്ട ഉറങ്ങാൻ നല്ല സുഖമാണ്. ചെറിയ ശബ്ദമല്ലേ, പാട്ടും കേട്ട് അങ്ങനെ ഉറങ്ങുക. എന്നിട്ട് ബദറെത്തി ഇറങ്ങിക്കോളി ഇറങ്ങി കണ്ടു പിന്നെയും ഉറങ്ങന്നെ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നാളെ മദീനത്തേക്ക് പോകണമെങ്കിൽ നേരത്തെ കാലത്ത്, അതിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളി. നാളെ രാവിലെ ഉംറയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറമ്പ് പോയി ഉപയോഗപ്പെടുത്തിക്കോളി. പക്ഷെ മദീനത്തേക്ക് പോകുമ്പോൾ ഞാൻ ഉറങ്ങലില്ല. ഞാൻ ഇത്രയും കാലം മക്കത്തുനിന്ന് മദീന വരെ പാട്ടും പാടി വയലും പറഞ്ഞ് അങ്ങനെ ഉറങ്ങിയില്ല. ഞാൻ പോയെന്ന് ഉറങ്ങിയണോ? ഇല്ല, ഉറങ്ങിയിട്ടില്ല, ഉറങ്ങൂല. അത് ഇതിനായിട്ട് നമ്മൾ ചിലവാക്കുക. ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണിത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് നല്ലോണം ഉപയോഗപ്പെടുത്തി സ്വലാത്തുകളും ദിക്റും ഒരാളോടും മനസ്സിലൊരു കറയുമില്ലാതെ ഹബീബിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണം, നബിയെ ഞാൻ മദീനയിലുണ്ട്, നദീമായ ഹൃദയവും കൊണ്ട് അരികത്ത് വരാൻ പേടിയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പാട്ടങ്ങോട്ട് പാടണം. അത് ഒരുപാട് പാട്ടൊക്കെ പാടണം നമുക്ക് മദീനത്തുനിന്ന്. അതിൻ്റെയൊക്കെ പുറമെ നമ്മളെ കൂടെ ഒരു സൂഫി ഗായകനുണ്ടല്ലോ, മൻസൂർ പുത്തനത്താണി. അവൻ്റെയൊക്കെ നല്ല ഗായകന്മാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകും. മക്കത്തുനിന്നും മദീനത്തും നല്ല മജ്ലിസുകളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾക്കൊക്കെ പോരാത്തവർക്കൊക്കെ നാട്ടിൽ നിന്ന് വീക്ഷിക്കാനുള്ള അവസരം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ജബൽ മലായിക്ക കണ്ട് നമ്മൾ നേരെ മസ്ജിദുൻ നബവി, പച്ചക്കുബ്ബ, കുബ്ബത്തുൽ ഖൽറ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഇവിടെ ഇങ്ങനെ ഈ തണുത്ത മാർബിൾ തറയിൽ നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ പോയിരിക്കണം. രാത്രിയിലേ നിലാവുള്ള രാത്രിയിൽ ഈ മാർബിൾ തറയിലിരുന്ന് ഈ പച്ചക്കുബ്ബയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഈ മുനാരത്തിനൊരു ചരിത്രമുണ്ട്, ഈ മുനാരത്തിനൊരു ചരിത്രമുണ്ട്, ഈ മുനാരത്തിനൊരു ചരിത്രമുണ്ട്, ഈ മുനാരത്തിനൊരു ചരിത്രമുണ്ട്. ഓരോ മുനാരത്തിനും ഓരോ ചരിത്രമാണ്. ഇവിടെ ഇത് പോയി കസരട്ടാണ് അല്ലേ? സോറി അതാണ് ഇപ്പോൾ മനസ്സിലായി. എല്ലാത്തിനും ഓരോ ചരിത്രമുണ്ട്. ആ ചരിത്രമൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ ഇരുന്നാണ്ടാണ് നമ്മൾ പറയൽ. എവിടെ? പച്ചക്കുപ്പൻ്റെ അവിടെ ഇരുന്ന് ഒരുപാട് സമയം ബുർദ ചെല്ലുക. ബുർദ അവിടെ ഇരുന്ന് ചെല്ലുക. ബുർദയിലെ വരികളൊന്നും ചെറുതല്ല. അത് കൂട്ടമായിട്ടൊന്നും പറ്റില്ല. നിങ്ങൾ ഫാമിലി അവിടെ പോയിരിക്കും വരിക, നമുക്ക് എല്ലാവർക്കും അവിടെ പോവുക. അവിടെ വന്നാൽ മക്കത്തു നിന്ന് പോയാൽ മദീനത്തെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും അല്ല ആളുകൾക്ക് പർച്ചേസ് എവിടുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമോ? അതിനൊന്നും നിങ്ങൾ പോരണ്ട. നമ്മൾ പോണ 2 ലക്ഷം അള്ളാഹുവിൻ്റെ പൊരുത്തവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തും. ജിദ്ദയിൽ പോലെ നമ്മൾ ജിദ്ദയിൽ പോണ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യമുള്ളത് വാങ്ങണ്ട. അത്യാവശ്യമുള്ളത് വാങ്ങാം. ഞാനതാ പറയില്ല ആൾക്കാരോട്. കാരണം ഇവിടെ നമ്മൾ ഈ പീടിയിൽ പോയാൽ 100 റുപ്യ കിട്ടുന്ന ടീഷർട്ടിന് അവിടെ 13 റിയാൽ കൊടുക്കണം. 13 റിയാൽ വരെ 300 റുപ്യയായി. അവിടെ ഏറ്റുകൊണ്ടിരും വേണ്ടേ? നമ്മൾ ലഗേജ് വിസക്കല്ല പോണത്, പിന്നെ ഉംറ വിസക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പരമാവധി കുറച്ച് കാരക്ക വാങ്ങുക, സംസം കൊണ്ടുവരിക. പിന്നെ എന്ത് ചെയ്യാണ്? നമ്മളെ പേരക്കുട്ടി, ആകെ ഒരു പേരക്കുട്ടിയുള്ളൂ, അതിക്ക് എന്തെങ്കിലും കുപ്പായോ അങ്ങനെ അങ്ങനത്തെ ഒക്കെ വാങ്ങാന്നല്ലാതെ അതിന് വേണ്ടി മാത്രം നിങ്ങൾ സമയം ചിലവാക്കരുത്. ലഗേജ് ഉസ്താദെ എൻ്റെ ആങ്ങളെ വിരുന്ന് നടക്കണം, ഞാൻ ഉംറക്കില്ല. എന്നിട്ട് ഉംറക്ക് പോകുമ്പോൾ ഇവള് വാതിൽക്ക് ഇങ്ങനെ നിൽക്കും. ആരെ കാത്താണ്ട് പറയും? ആങ്ങളെ കാത്ത്. ഞങ്ങളെ ഉംറൊക്കെ കഴിഞ്ഞു ഇവിടെ ബളി വാതിൽക്കുണ്ട്. എന്തേ? ആങ്ങളെത്തിയിട്ടില്ല ഉസ്താദെ. ഇത് അനുഭവമാണ് ഈ പറയണത്. നിങ്ങളെ മക്കളോ ബാപ്പേ ഇളയച്ചന്മാരോ മൂത്താച്ചന്മാരോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഓരോട് പറയേണ്ടത് ഇഹ്റാം ചെയ്ത് ഞങ്ങളെ കൂടെ ഒരു ഉംറക്ക് വേണ്ടിയിട്ട് വരാൻ പറയാം അല്ലേ? അതാണ് സ്നേഹമുള്ളവർ. ഓലെ അവർ അൽബൈക്കാണ് ഇവർക്ക് ആകെ. അവർക്ക് ആകെ കിട്ടേണ്ടത് ഒരു അൽബൈക്ക് ഇട്ട് ഞങ്ങൾ അൽബൈക്കുന്ന്. അതല്ല വേണ്ടേ. ഇവർ വരിക ഒരു തൊവാഫ്. ഇനി അത് അവർക്ക് ഉംറക്കൊന്നും ഇല്ല, നമുക്ക് കൂടി തൊവാഫ് ചെയ്യടാ. ഉമ്മാനൊപ്പം വന്നിട്ട് റൂമിൽ കുത്തിരുന്നാണ്ട് ഹറമുക്ക് ഇറങ്ങാത്ത മക്കൾ എനിക്കറിയാം. ഒരു വലിയ മുതലാളിമാരെക്കാരാ. റബ്ബിനെന്ത് മുതലാളി? ഞാനൊരു സാധാരണക്കാരനാണ് എന്ന ഒരു രൂപത്തിലാണ് നമ്മൾ കാബിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്തിപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം തടിയേക്കാൾ ഒരാൾക്ക് ബാധ്യതയും കടപ്പാടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അപ്പോൾ അത് നല്ലോണം സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ റൂമിൽ നിന്ന് പച്ചക്കുബിൻ്റെ അടുത്ത് രാത്രി എത്തിയാൽ അന്ന് തന്നെ കുളിച്ച് മാറ്റി നമ്മൾ പച്ചക്കുബിൻ്റെ അടുത്തേക്ക് പോകും. സമയമൊക്കെ അനുകൂലമാണെങ്കിൽ, സാഹചര്യമൊക്കെ അനുകൂലമാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത് നിന്നിട്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും നിന്നിട്ട് നമ്മളൊരു സലാം പറയും. ആ സലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾ ഇരുത്തും. നിങ്ങളൊരു യാസീൻ ഓതിക്കൊള്ളിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് ആണുങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? ബാബുസലാമിലൂടെ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടത്തെ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാബുസലാമിലൂടെ ഇങ്ങോട്ട് വന്നാൽ ഉണ്ടോ? മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ ബാബുസലാമിലൂടെ നമ്മൾ ഇങ്ങനെ വന്നാൽ ഇത് 2 ഫോട്ടോ കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടേക്ക് എത്താം. ആദ്യം നമ്മൾ കാണാം ഇതാണ് കാണുക, മിമ്പർ. ഇത് റസൂലുള്ളാഹിന്റെ മിമ്പറാണ്, അടച്ചതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ മിമ്പറാണ് കാണുക. മിമ്പർ കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അത് കഴിഞ്ഞ് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോൾസ് കാണും. ഈ ഒരു ഹോൾസിൻ്റെ മുമ്പ് ഇപ്പുറത്തൊരു ഹോൾസ് ഉണ്ട്. ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. ഈ ഹോൾസാണ് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തൊരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലൊന്നുമില്ല. അതായത് ഈസാ നബി അലൈഹിസ്സലാമിനിക്ക് കടക്കാനുള്ള സ്ഥലം അവിടെ റെഡിയാണ്. ലോകത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഡമസ്കസിലെ വെള്ള മുനാരത്തിൽ മാലാഖമാരുടെ ചിറകിലേറി ജിബ്രീൽ ഇറങ്ങി വന്ന് ഈസാ നബി അലൈഹി സ്വലാം ജൂതരാഷ്ട്രീയത്തെ തകർത്ത് അവസാനം 40 വർഷം ഭരണം നടത്തി മരിക്കാൻ മദീനയിലേക്ക് വരും. മഹാനവറുകൾക്കുള്ള ഖബറുള്ള സ്ഥലം അവിടെ ഉണ്ട്. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഹുനാ റസൂലുള്ളാഹ്, ഇങ്ങനത്തെ ഇവിടെയാണ് മുത്തുനബിയുള്ളത്.
അവിടെ നിന്ന് നമ്മൾ ഒരു സലാം പറഞ്ഞ് ഒരു ഒരകലം മുന്നോട്ട് പോയാൽ ഇതാ ഹുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ, ഹുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ. ഈ ഒരു കടത്തം കടക്കാൻ വലിയൊരു ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്. ഇൻഷാ അല്ലാഹ് മദീനയിൽ നിന്നത് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ സലാം പറയും. പോയിക്കണോ? ആരാ പോയത്? അങ്ങനെ സലാം പറഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്യും? ഇനി മറ്റു സിയാറത്തുകൾ ആ സലാം പറഞ്ഞ അന്ന് രാത്രി കഴിഞ്ഞു, നമ്മൾ ഉറങ്ങി എണീറ്റ് രാവിലെ പരിപാടിയൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. കാരണം ഇപ്പോൾ ഈ ഖുറാൻ പ്രസ്സിൽ നമുക്ക് പോകാണ്ട്. ഖുറാൻ പ്രസ് പോകണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ വിസിറ്റേഴ്സിനെ എടുക്കപ്പോൾ. ആദ്യമൊക്കെ രാവിലെ എടുത്തിരുന്നു, നമ്മൾ പോയെന്നൊക്കെ രാവിലെയായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ളൂ. അപ്പോൾ നമ്മൾ സിയാറ എന്താക്കും? ഉച്ചയ്ക്ക് ശേഷമാക്കുമ്പോൾ നമ്മൾ നേരെ കുബയിലേക്ക് പോകും. മസ്ജിദ് കുബ കേട്ടിട്ടില്ലേ? മസ്ജിദ് കുബയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ചയും നടന്നും വാഹനം കയറിയും കുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന് മുത്തുനബി പറയും ചെയ്തു, മൻ തവല്ലഹ ഫീ ബൈത്തിഹി തുമ്മ അതാ മസ്ജിദ് കുബ. ഒരാൾ വീട്ടിൽ നിന്ന് താമസ സ്ഥലത്തിൽ നിന്ന് വുളൂ ചെയ്ത് ഒരാൾ കുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ അജ്രി ഉംറ, ഒരു ഉംറൻ്റെ കൂലി ഉണ്ട്. ഉംറൻ്റെ കൂലി കിട്ടും. അതായത് നാട്ടിൽ നിന്നാണ്ട് 7 ഉംറ വഴി അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചാണ്ട് 8 ഉംറ എന്ന് പറയുന്നത്. ഉംറൻ്റെ കൂലി കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ കുബയിലേക്ക് പോകും. പിന്നെ ഖിബ്ലത്തൈനി, വലിയ ചരിത്രമാണ്, 2 ഖിബ്ല ഉള്ള പള്ളി. പിന്നെ നമ്മൾ ഖന്തക്ക്, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്ത്രമായിരുന്നു ഖന്തക്ക് കിടങ്ങ്, അവിടെ പോകും. പിന്നെ നമ്മൾ ഉഹദിലഹദിൻ ധീരകേസരി ഹംസ റളിയല്ലാഹ് ഉശിരിൻ പൊരുതു നേരമിൽ കണ്ടറിഞ്ഞ് മാറി നിൽക്കും വൈരിയൊട്ടുമേ ലക്ഷ്യം തെറ്റിടാത്തൊരു ചുവട് വെച്ചൊരു ചാട്ടുളി കൊണ്ടടി പിരിസർ ഹംസയെ വഹിഷി കൊന്നൊരു മൃഗീയ സംഭവം എന്നതും കഥയിതാ. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള വലിയൊരു പള്ളിയും ഉഹദ് രണാങ്കണ ഭൂമിയും ഉഹദ് ശുഹദാക്കളും ഉഹദ് മലനിരകളും എല്ലാം കണ്ടുകൊണ്ട് ഒരു ഈത്തപ്പനത്തോട്ടത്തിലൊക്കെ പോയി ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഉഷാറായി. പിന്നെ നമ്മൾ നേരെ എവിടേക്ക് വരും? റൂമിലെത്തി ഇൻഷാ അല്ലാഹ് നിലാവുള്ള രാത്രിയിൽ മക്ക അൽ മുക്കറമ, മദീന അൽ മുനവ്വറ. മദീനൻ്റെ പ്രത്യേകത ഭയങ്കര വൃത്തിയാണ്, ഒക്കെ ഒക്കെ നിരന്ന സ്ഥലമാണ്. എല്ലാ ബിൽഡിങ്ങും ഒരേ നീളം, ഭയങ്കര രസമല്ലേ? എല്ലാ ബിൽഡിങ്ങും 10 നിലൻ്റെ മുകളിൽ ഒരൊറ്റ ബിൽഡിങ്ങും ഉണ്ടാവില്ല. എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ രക്ഷപ്പെടാമല്ല. എല്ലാ ഹോട്ടലും ഒരേപോലെയാണ്. ഗല്ലിക്ക് നമ്മളിവിടെ പാങ്ങിലേമാക്കുണ്ട്, പാങ്ങിലേമാക്കാനെ തീർച്ചിട്ടുണ്ടല്ലേ? മൂപ്പരിൻ്റെ മുന്നിട്ട് പോയിട്ട് 24 മണിക്കൂറിൻ്റെ അപ്പുറം മൂപ്പരെ കാണാനില്ലാതായി. കാരണം മൂപ്പര് ഗല്ലിയിൽ കയറി ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ കയറിയിരുന്നു. കാരണം എല്ലാ ഹോട്ടലും ഏകദേശം ഒരേ മാതിരിയാണ്. അവസാനം വാട്സപ്പിലും ഗെയിംസിച്ചും ഒക്കെ തരാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, നിങ്ങൾ മക്കത്താണെങ്കിലും മദീനത്താണെങ്കിലും നിങ്ങൾ ഹറമുക്ക് വന്നിട്ട് അവിടുന്ന് വിളിച്ചാൽ മതി. എയിലിറങ്ങിയാലേ നമുക്ക് പള്ളീൻ്റെ മുറ്റത്തേക്ക് എത്താലോ. ഏത് ഗല്ലി കൂടി നിങ്ങൾ പോയ വൈക്കൽ ഇങ്ങോട്ട് പോന്നാൽ പള്ളീൻ്റെ മുന്നത്തേക്ക് എത്താം. ഏതെങ്കിലും ചിലപ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ നടന്ന് പോയിട്ട് വിളി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അങ്ങനെ ഒരു രാത്രി മഗ്രിബ് നിസ്കരിച്ച് അല്ലെങ്കിൽ ഇഷാക്ക് ശേഷം നമ്മൾ എവിടെ പോകുന്നറിയോ? മസ്ജിദ് ഉമർ റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള പള്ളീൻ്റെ മുറ്റത്തുനിന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ കഥ പറയും. പിന്നെ മഹാനായ മസ്ജിദ് ഖമാമ മേഘം, അങ്ങനെ ഒരു പള്ളിയുണ്ട്. ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കറാമത്ത് ഒളിവായ സ്ഥലമാണ്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള പള്ളിയുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയുണ്ട്. അതുപോലെ തന്നെ ബനു സായിദ സഖീഫ ഗോത്രക്കാരുടെ തോട്ടം അല്ലേ? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖലീഫയായി ബയ്യത്ത് ചെയ്ത് ആ തോട്ടം, ബൈറുഹ തോട്ടം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ഖുർആനിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ അവിടെ കൊടുത്ത് ആ തോട്ടത്തിലേക്ക് അവിടെയും നമ്മൾ പോകും. പിന്നെ നമ്മൾ മസ്ജിദുൽ ബുഖാരി, മസ്ജിദ് അബൂദർ, മസ്ജിദ് ഇജാബ, അതുപോലെ തന്നെ ഐഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമൂനത്തും വാ റംല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിലെ ഖദീജ ബീവിയും മൈമൂന ബീവിയും അല്ലാത്ത സകലമാന ഭാര്യമാരുമുള്ളത് ജന്നത്തുൽ ബഖീയിലാണ്.
ആയിഷ ബീവിയുണ്ട്, അതുപോലെ തന്നെ ഫാത്തിമത്ത് സഹ്റ ബത്തൂലുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയ ഹലീമ ബീവിയുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ, ചരിത്ര പുരുഷന്മാരൊക്കെ മാലിക് ഇമാം അടക്കമുള്ളവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീയൊക്കെ സന്ദർശിച്ച് ഇൻഷാ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും? മക്കയിലെ സംസമും മദീനയിലെ കാരക്കയും ഒക്കെ പണം കൊടുത്ത് വാങ്ങി നമ്മൾ നേരെ എവിടേക്ക് പോരും? ജിദ്ദ എയർപോർട്ടിലേക്ക് പോന്ന് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് വിമാനം കയറി നേരെ കരിപ്പൂരിലെത്തി. കരിപ്പൂരിലെത്തിയാൽ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. അൽഹംദുലില്ലാഹ്, ഇതാണ് നമ്മുടെ യാത്രയുടെ ഒരു ഷെഡ്യൂള്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എടുത്ത് പറയേണ്ടത് വെച്ചാൽ നമ്മൾ 3 ഉംറകളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ത്വായിഫ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ത്വായിഫ്, ജിദ്ദ, ഹുദൈബിയ, ജബലുൻ നൂർ, സംസം, ഖുറാബ്രസ്, ഇതിലൊക്കെയുള്ള എക്സ്പെൻസ് അവനാൻ തന്നെ വഹിക്കണം. ഏകദേശം ഒരു 125 റിയാൽ അതിന് നമ്മൾ കരുതണം. താല്പര്യമുള്ളവർക്കാണ് കേട്ടോ, ഇല്ലാത്തവർക്ക് പിന്നെ പോകേണ്ട ആവശ്യമില്ല. ഇത് ഒന്നിച്ച് നമ്മൾ വാങ്ങിയിട്ട് അത് ചെയ്യലാണ് സാധാരണ പതിവ്. അപ്പോൾ അതിനുള്ള പൈസ നമ്മൾ വേറെ ഏകദേശം 3000 റുപ്യേൻ്റെ റിയാൽ എക്സ്ട്രാ കരുതേണ്ടതുണ്ടാകും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറച്ചു വെക്കൂല, വേണമെന്നുണ്ടെങ്കിൽ മദീനയിൽ ചെന്നാൽ താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട്, ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇന്നോവിലൊക്കെ പോവുക, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം നമ്മളെ. അതായത് ഒരുപാട് ഇടവഴികളിലൂടെ സൽമാൻ ഫാരിസി റളിയല്ലാഹുവിൻ്റെ തോട്ടം, അതുപോലെ തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹുദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം കൊടുത്തൊരു സ്ഥലമുണ്ട്. നല്ല സുഗന്ധം അടിച്ച് വീശും. ഇപ്പോഴും കസ്തൂരിയുടെ ഗന്ധം ആ ചുമരുമ റസൂലുള്ളാഹിന്റെ കൈ തട്ടിയ സ്ഥലത്ത് ഇപ്പോഴും സുഗന്ധമുണ്ട്, റസൂൽ ഒളിച്ചിരുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളമെടുത്ത ബിർ ഖർസ് ഉണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൻ നൂറുണ്ട്. അങ്ങനെ 25ഓളം സ്ഥലങ്ങളിലേക്കുള്ളൊരു യാത്ര ഇന്നോവയിൽ കയറി പോകാൻ ഉണ്ട്. അതിനൊരു 30 റിയാലാണ് അവിടുത്തെ വാഹനക്കാർ. നമ്മളേറ്റല്ല, നമ്മൾ പോരുവാണെങ്കിൽ അങ്ങനെ അവർ വന്ന് അവരെന്നെ ഗൈഡ് ചെയ്യും, കാര്യങ്ങളൊക്കെ അവരെന്നെ പറഞ്ഞ് ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ച് കൊണ്ടുപോകുന്നൊരു പരിപാടി മദീനയിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ആവാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ പറയുന്നത്, എൻ്റെ താല്പര്യം നമ്മൾ മക്കയിലെത്തി മദീനയിലെത്തി എവിടേക്ക് എത്തിപ്പെടാൻ കഴിയോ അതിന് ചില പൈസ, ചില പർച്ചേസ് ഒന്ന് ചുരുക്കി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചരിത്ര സ്ഥലങ്ങൾ കണ്ട് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയൊരുക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പറയാനുള്ളത്, നമ്മൾ യാത്രക്കൊരുങ്ങുമ്പോൾ നമ്മുടെ മരുന്നുകളുണ്ടല്ലോ, മരുന്ന് നിങ്ങൾ ഡോക്ടറുടെ കുറിപ്പടക്കം വാങ്ങുക. 24 മണിക്കൂറിനുള്ള നമ്മുടെ ഈ ഇതുണ്ടല്ലോ മരുന്ന് ഇതിൽ വെക്കുക 24 മണിക്കൂറിന്. പിന്നെ അതിൻ്റെ ഒക്കെ പുറമെ സ്ഥിരം കുടിക്കുന്ന മരുന്നൊക്കെ അങ്ങനെ വെക്കുക. പിന്നെ അതിൻ്റെ പുറമെ ഒരു കൊരൻ്റെ മരുന്ന് ഒരു കുപ്പി, കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ജലദോഷത്തിനുള്ള മരുന്ന്, ആൻറ്റിബയോട്ടിക് ഇല്ലേ കഫക്കെട്ടിനൊക്കെ ഉള്ള അങ്ങനത്തെ മരുന്ന്, ഒരു 3 ദിവസത്തെ കോഴ്സായാലുണ്ടാൽ കഫക്കെട്ടിനും ആൻറ്റിബയോട്ടിക് അത്. അതുപോലെ തന്നെ പനിക്കുള്ള മരുന്ന്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡോക്ടറുടെ ഡോക്ടറോട് പറഞ്ഞ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറോട് പറഞ്ഞിട്ട്, അറിയുന്ന ആളോട് പറഞ്ഞിട്ട് ആ ഗുളികയും മരുന്നും വാങ്ങിയിട്ട് നിങ്ങളെ ബാഗിൽ കരുതുക. എന്നോ ജലദോഷം വരുമ്പോഴേക്കും അവിടെ ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഒരു കൊരൻ്റെ മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ 35 റിയാലൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടി നമ്മളെ കാർഡ് വന്നിക്കണല്ലോ, 1881 നിങ്ങളെ ബസ് സ്റ്റോപ്പിലുണ്ടോ? അപ്പോൾ അത് മരുന്നിൻ്റെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുളിക്കാനുള്ള സോപ്പ്, മറ്റേ അലക്കാനുള്ള സോപ്പും പൊടിയോ സാബൂനോ എന്താ വെച്ചാൽ ഇത് കരുതുക കേട്ടോ. സോപ്പ് പിന്നെ വലുതൊന്നും വാങ്ങുകയാണെങ്കിൽ ഒരു ചെറുതും വാങ്ങിക്കോണ്ടി, കാരണം മക്കത്ത് ചിലപ്പോൾ എടുക്കാൻ മറക്കും, അപ്പോൾ മദീനത്തിൽ നിന്ന് ഉപയോഗിക്കാൻ. പിന്നെ ഷാമ്പു ഉണ്ടാകും നിങ്ങളെ കുളിമുറിയിലൊക്കെ, ഷാമ്പു ഒക്കെ ഉണ്ടാവും അവിടെ, ഷാമ്പു കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഈ യാത്രയിലുണ്ടെങ്കിൽ അത് നികത്തിയതിന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്ത് നമ്മൾ പിരിയങ്ങൾ. മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ഈ രണങ്ങളൊക്കെ കണ്ട് മദീനയോട് നമ്മൾ യാത്ര പറയാണ്. മദീനയോട് യാത്ര പറഞ്ഞ് നേടിയെടുത്ത സൗഭാഗ്യം കാത്തു സൂക്ഷിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് കരുതേണ്ട കാര്യങ്ങൾ ഇതവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇന്നലെ ഞാൻ വാട്സപ്പിൽ ഇടും ചെയ്തിരുന്നു, വാട്സപ്പിൽ കണ്ടില്ലേ?
അത് ഉപയോഗപ്പെടുത്തിയാലും മതി. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറുള്ളതും കോമൺ ആയിട്ടുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. യാത്രയുമായി ബന്ധപ്പെട്ട് പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന്